ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ ചാനലിലെ ചെറിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇഗ്നൂൽ MA ഫൈനൽ ഇയർ പഠിക്കുന്ന ആളാണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മുടെ ചാനലിലുള്ള. അപ്പോൾ ചില കൂട്ടുകാർ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചില സംശയങ്ങളുടെ ചെറിയ മറുപടിയാണിത്. ഒരാൾ ചോദിച്ചു ഫീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഫീസ് ഫസ്റ്റ് നമ്മളോട് അവർ പറയുന്നത് 14,500 600 രൂപ 2 ഇയറിലേക്ക് വരുമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു 7,000 സംതിങ് അടയ്ക്കണം, സെക്കൻഡ് ഇയറിൽ 7,000 സംതിങ് അടയ്ക്കണം. ഇത് നമ്മൾ രജിസ്ട്രേഷൻ ടൈമിലാണ് അടയ്ക്കുന്നത്. പിന്നെ എക്സാം ഫീസുണ്ട്. എക്സാം അറിയാമല്ലോ, ജൂണിലും ഡിസംബറിലുമാണ് വരുന്നത്. എക്സാമിൻ്റെ ഒരു പേപ്പറിൻ്റെ ഫീസ് 200 രൂപ വെച്ചാണ്. പിന്നെ നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ എഴുതാനുണ്ടാവും, അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവുണ്ടാവും. പിന്നെ നമുക്ക് ഫൈനൽ ഇയറിൽ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും അതിനും കുറച്ച് ചിലവൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല, എത്തുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതൊക്കെയാണ് അടിസ്ഥാനമായിട്ടുള്ള ആദ്യത്തെ ചിലവ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുത്ത് പഠിക്കാനും അങ്ങനെയൊക്കെ കുറച്ച് ചിലവുണ്ട്. അതൊക്കെ നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ. കുറച്ച് വലിയ ചിലവെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ടൈമിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അടയ്ക്കുന്ന ഈ 7,000-ൻ്റെ ഫീസാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ പോയാൽ മതി. ഫീസ് നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ തന്നെ അടയ്ക്കണം. പിന്നീട് അടയ്ക്കാൻ ഓപ്ഷനില്ല, അപ്പോൾ തന്നെ അടയ്ക്കണം കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചു BA മലയാളത്തിൽ പഠിച്ച ഒരാൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും പറ്റും. അത്ര കടുകട്ടി ഇംഗ്ലീഷൊന്നുമല്ല. പിന്നെ ക്ലാസ് ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കി പഠിക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിൻ്റ് എടുത്ത് അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് വായിച്ച് തന്നെ പഠിക്കാം, കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിക്കാം, സ്വന്തമായിട്ട് പഠിക്കാം. നമുക്ക് യൂട്യൂബിലെ ക്ലാസ് കേട്ട് നോട്ട്സ് എഴുതി അങ്ങനെ പഠിക്കാം. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പോയി നമ്മൾ എഴുതിയാൽ മതി. അങ്ങനെ ടെക്സ്റ്റിലുള്ള കാര്യം അങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് എന്താണോ പഠിച്ചിട്ട് മനസ്സിലായത് ആ കാര്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ എക്സാം ഉണ്ട്, നമ്മളൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി.